നമസ്കാരം ചേട്ടാ. ഹലോ. ഹലോ. അറിയാമല്ലോ, ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ്. അറിയാ, 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ, അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലല്ലേ, 1500 തന്നെ കൂടിയവൻ. ലോബ്സി ലോബ്സ്. പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്കേ. ലോബ്സ്റ്റർ തെർമിഡോ. എന്തോന്ന് ഒന്ന് വെറുതെ ഇരിടെ. ഇത് 5 സ്റ്റാർ ഹോട്ടലാ, പഞ്ചാക്ഷത്രം. Would you like to have something to drink, sir? ലേശം വീശണോന്ന്. എന്നാ അടിച്ച് കോണ്ടിരിയ. We have Bloody Mary. മേരിയ? Black Label, Old Crow. Old Crow. വയസ്സൻ കാക്ക. 5 സ്റ്റാർ ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? No, thank you. So, can you take your food order, sir? Okay. 3 lobster thermidos. 3 whole lobsters? Are you sure? Yes, man. 3 full lobsters. എവിടെ പോയി? ബഷീറെ, ഇപ്പൊ മൊത്തം എത്ര ഡാമേജ് ആയിട്ടുണ്ട്? നോക്കാം. ഇത് കണ്ടീഷൻസ്. അത് കാറ്റിപ്പുറത്ത്. നമ്മുടെ ടെക്സ്റ്റൈൽസ് ബിൽസ്, അതായത് നമ്മുടെ സൂട്ട്, ഷർട്ട്, കോട്ട്, തൊപ്പി, കുപ്പി, കുന്തം, വടിച്ചക്രം എല്ലാം കൂടെ ഒരു 30 രൂപ മാറിയിട്ടുണ്ട്. 30,000 എന്ന് പറയടേ, മനസ്സിനൊരു സമാധാനം വരട്ടെ. ഓ ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സിക്ക് ഇറങ്ങിയത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ് അത് 10-25 വരും. ഓഹോ, അപ്പൊ എല്ലാം കൂടി 1.5 ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം? ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം? അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല, തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുന്നല്ലോടെ. എന്തോ? എടാ ഫെട്ടി, നീ ഭാഗ്യവാനാ. 2 ആഴ്ച കഴിഞ്ഞാ കല്യാണം ഉറപ്പാ. ദേ വരുന്നു ലോബ്സ്റ്റർ ടെർമിഡോസ്. എന്റെ ദൈവമേ, ശവമഞ്ചം മരുന്ന് പോലെ ഉണ്ടല്ലോ. ഇവിടെ ഇവിടെ ഇവിടെ. അളിയത് എന്തോന്നടേ? അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പഴേ ഇത് എവിടുന്നാ തുടങ്ങേണ്ടത്? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വലിയ കുഴപ്പമില്ല, പിന്നെ അല്ലേ, കൊള്ളാം. ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ബില്ലിങ് തരാൻ പറ. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൂടെ. അളിയ രൂപ 5600 മാറി കിട്ടി. അളിയ ഇതുപോലെ 3 കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യണ്ട. കീപ് ദ ചേഞ്ച്. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. വാട്ട്? ബില്ലിൽ എന്തെങ്കിലും പണം ഇനിയും വേണമായിരിക്കും. ഇനി മിസ്റ്റേക്ക് അറിയില്ല സർ, പ്ലീസ് കം. വാ. ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം. അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. Ja, die Hunters. Yes, die Hunters. Karmayula, Urmil School, Aina, Yamaha, Tapioca.
Ya la sam. Ya. Waka sa. Ya. Udah beserio, ya udah. Ya. Osaka, Osaka. Ini mah. Nggak terapino. Osaka. Boleh ya. Ini 25 packet. Ya. Osaka. എന്തിനാ സർ വിളിപ്പിച്ചത്? പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ കഴിച്ച ലോബ്സ്റ്റേഴ്സ് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ഡീപ് സീ ഹണ്ടേഴ്സ് എന്ന പുതിയ കമ്പനിയാണ്. മീറ്റ് മിസ്റ്റർ മേനോൻ ലീ, Bonsai. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ ഹലോ. നൂറുകണക്കിന് ഡിഷസുകൾ മെനു കാർഡിലുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ലോബ്സ്റ്റർ തന്നെ തിരഞ്ഞെടുത്തത്. നിങ്ങളെ പോലുള്ള ലോബ്സ്റ്റർ പ്രേമികളാണ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ നിലനിൽപ്പിന് വിഷയം. ഒസാക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു പ്രത്യേകതരം ലോബ്സ്റ്ററാണ് ഇന്ന് ഞങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാദ്യമായി ഓർഡർ ചെയ്തത് ലോബ്സ്റ്റർ പ്രേമികളായ നിങ്ങളും. ആ സ്പെഷ്യൽ ഡിഷ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണ്. ബില്ല് ഓൾറെഡി കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു. ഇരിക്കൂ. സർ പ്ലീസ്, എന്തായാലും ഞങ്ങൾ പേ ചെയ്ത് പോയില്ലേ സർ? നോ നോ, താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ സ്നേഹോപഹാരം. താങ്ക് യു. ഇത് നേരിച്ചും ലോബ്സ്റ്റർ ആണ്. ജീവനുള്ളതാണോ? ഉണ്ടായിരുന്നു 8 മാസത്തിന് മുമ്പ്. അതാണ് ഈ മുറിക്കകത്ത് കയറിയപ്പോ ഒരു അവിഞ്ഞ നാറ്റ. കൊടു. നിങ്ങൾ ഈ സ്കോച്ച് ഹിസ്റ്ററിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? 100 വർഷം, 50 വർഷം, 10 വർഷം അത്രയും പഴക്കമുള്ള ലോബ്സ്റ്റർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിന് വില കൂടും. ഇതിന് ഞങ്ങൾ എത്ര രൂപ തരണം? കമ്പനി, ഇത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. പണം വേണ്ട. നോ ക്യാഷ്. ചതിച്ചല്ലോ പടച്ചോനെ. ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചെലവാകില്ല. വേറെ മാർഗം തേടുന്ന നല്ലത്. റെഡി, തൽക്കാലം നമുക്ക് സ്ഥലം വിടാം. പ്രസന്റഡ് ബൈ ഡീപ് സീ ഹണ്ടേഴ്സ്. അവന്റെ അമ്മമ്മയുടെ ലോബ്സ്റ്റർ പെർമാങ്കനെ. എന്റെ ബലമായ സംശയം ഇത് ആ ഷെവലിയർ ബ്രൗൺ കാച്ചിനെ വെച്ച് നടത്തുന്ന ഒരു വേലയായിരിക്കുമോ എന്നാണ്. അയ്യോ, എന്നാ നമുക്ക് ഈ കാശും കൊണ്ട് തേരാപ്പാര ഓടാനേ കഴിയത്തുള്ളൂ. ഓടിയാ കുഴപ്പമില്ലായിരുന്നു. കമ്പി എണ്ണേണ്ടി വരുമെന്നാ എനിക്ക് പേടി. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാടേ. ഫോൺ ബെല്ലടിക്കുന്നതേ. ഹലോ, എന്താ ഇത്? ഹലോ, എന്നോടൊന്നും മിണ്ടണ്ട. ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഫോൺ ചെയ്യലല്ല, അങ്ങോട്ട് വന്ന് രണ്ട് തരാൻ എനിക്ക് തോന്നുന്നത്. എന്നാ എന്റെ ചക്കര ഇങ്ങോട്ട് ഓടുവാ. ഇടി പെണ്ണെ, കുറെ കാശും കൈ തന്ന് ഞങ്ങളെയൊക്കെ കുറെ കളിപ്പിക്കാന്ന് കരുതിയോ? ഫ്രെഡി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. പപ്പയ്ക്കും മോൾക്കും എക്സ്പെരിമെന്റ് നടത്താൻ ഞാൻ എന്താ ഗിനിപ്പിക്കോ മറ്റാണോ? കറക്റ്റ്. ഷട്ട് അപ്പ്. എനിക്കിതൊന്നും നേരത്തെ അറിയില്ലായിരുന്നു ഫ്രെഡി. ഓക്കെ, തനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷെ തന്റെ പപ്പയുടെ ഉദ്ദേശം എന്താ? അപ്പോഴേ സാറേ, ഇപ്പൊ വലിയ വീമ്പൊന്നും നടക്കണ്ട. ഈ വീരവാദങ്ങളൊന്നും ഇന്നലെ പപ്പയുടെ മുമ്പിൽ വെച്ച് കേട്ടില്ലല്ലോ. 5 ലക്ഷം രൂപ 7 ദിവസം കേൾക്കേണ്ട താമസം പെട്ടി എടുത്തോണ്ട് ഓടി. സാധ്യമല്ലെങ്കിൽ അപ്പോഴേ പറയായിരുന്നില്ലേ ഞാൻ ഗിനിപ്പിക്കല്ലെന്ന്. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനൊരു കളി പറഞ്ഞതല്ലേ ഫ്രെഡി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? I love you. I love you. മോനു, I love you.